ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നീ ദൈവത്തെ അന്വേഷിച്ച് എങ്ങും പോകണ്ട, ദൈവത്തെ തിരക്കി എങ്ങും പോകേണ്ട ആവശ്യമില്ല. അവൻ നിന്നെ തേടി അവൻ ഈ ഭൂമിയിൽ വന്നിരിക്കുകയാ. ഹല്ലേലൂയ. ദൈവം എവിടെയാണെന്ന് അന്വേഷിച്ച് പോകേണ്ടതായ ആവശ്യമില്ല പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ഇത് എവിടെ ആയിരിക്കുന്നു? നിന്റെ അടുത്ത് വരുന്നവനാണ് നമ്മുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. അവൻ ബൈബിൾ പറയുന്ന ദൈവം മനുഷ്യരോടുകൂടെ വസിക്കുന്നവനായ ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് യേശു പറഞ്ഞു, എന്നെ കണ്ടിരിക്കുന്നവൻ എൻ്റെ പിതാവിനെയും കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശുവിനെ കണ്ടാൽ അതിൻ്റെ അർത്ഥം നീ ദൈവത്തെ കണ്ടെന്ന് അതിൻ്റെ അർത്ഥം. ആമേൻ. അതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ. അടുത്തത് ആ വാക്യത്തിൽ പറയുന്നത് എപ്പോൾ വന്നു, ക്രിസ്തു എപ്പോൾ വന്നു. ആമേൻ. ലളിതമായി പറയുക, ദൈവത്തിന് സ്തോത്രം. എപ്പോഴാണ് യേശു വന്നത്? ആമേൻ. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ദൈവത്തിന് സ്തോത്രം. ആമേൻ. സ്ത്രീ കാലസമ്പൂർണതയിൽ അവൾ യേശു എപ്പോൾ വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? കാലസമ്പൂർണ്ണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തോ എന്ന് പറഞ്ഞാൽ, കാലസമ്പൂർണ്ണം എന്ന് പറഞ്ഞാൽ വ്യവസ്ഥ എന്ന് എൻ്റെ അർത്ഥം. വ്യവസ്ഥ, ക്രമീകരണം. ദൈവം തന്നെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നു എന്നതിൻ്റെ അർത്ഥം. സ്തോത്രം. ഹല്ലേലൂയ. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ കാലസമ്പൂർണതയിൽ ക്രിസ്തുവിൽ പിന്നെയും ഒന്നാക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ ഇതിൻ്റെ അർത്ഥം എന്നറിയാമോ? കാലസമ്പൂർണ്ണം എന്ന് പറഞ്ഞാൽ, കാലസമ്പൂർണ്ണം എന്ന് പറഞ്ഞാൽ വ്യവസ്ഥ എന്നായിരുന്നു, ഒരു മാനേജ്മെൻറ്റാണ്. അതിൻ്റെ അർത്ഥം വീട്ടുകാർ നോക്കുക എന്ന് പറയുന്നത്. വീട്ടുകാർ നോക്കുക. നമ്മുടെ എന്താ വീട്ടുകാർ നോക്കുന്നത്? രാവിലെ എഴുതി വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കും. രാവിലെ കടകാപ്പി ആയിട്ട്, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആകും, പിന്നെ ഉച്ചയ്ക്ക് ചോറ്, പിന്നെ പിള്ളേർ തുണി അടിക്കണം, സ്കൂളിൽ എല്ലാം വീട്ടുകാർ നമ്മൾ തന്നെ പ്ലാൻ ചെയ്ത് ഓർഡറായിട്ട് നടത്തുക. അതാ അതിൻ്റെ അർത്ഥം. ഇതിൻ്റെ അർത്ഥം എന്താ പറഞ്ഞാൽ, ദൈവം ഉണ്ടല്ലോ, ഈ ലോകത്തിലെ സകല കാര്യങ്ങളും ദൈവം പ്ലാൻ തയ്യാറാക്കുന്നു. പ്രൈസലോ. ദൈവം നടപ്പിൽ വരുത്തുന്നു. ദൈവം എല്ലാം പദ്ധതി നടത്തുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നറിയാമോ? ആമേൻ. സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന ലോകത്തിൻ്റെ നേതാക്കന്മാരൊന്നുമല്ല, ഈ ലോകത്തിൻ്റെതായ ഗതികളെ നിയന്ത്രിക്കുന്നവൻ, നിത്യത്തിൽ വസിക്കുന്നവൻ എന്നാണെന്നറിയോ? ഇതിന് അദ്ദേഹത്തിൻ്റെ പ്ലാൻ അനുസരിച്ച് പോകുന്നത്. അല്ല അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നതനുസരിച്ചും ചൈന പ്രസിഡന്റ് പറയുന്നത്, മോദി പറയുന്നതനുസരിച്ചൊന്നുമല്ല ലോകം പോകുന്നത്. ലോകം പോകുന്നത് എങ്ങനെയാണെന്നറിയാമോ? നമ്മുടെ കർത്താവിൻ്റെ ഓർഡർ വെച്ചിട്ടുണ്ട്, ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അറിയോ? ചരിത്രം കർത്താവിൻ്റെ കരങ്ങളിലാണ്. നീ ഒന്നും ഭാരപ്പെടേണ്ട. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവത്തിൻ്റെ ലോകത്തെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ദൈവത്തിനൊരു ലോകത്തെക്കുറിച്ചൊരു പ്ലാൻ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം ഞാൻ ഓർപ്പിക്കട്ടെ പ്രിയമുള്ളവരെ, നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തെക്കുറിച്ചും ദൈവത്തിന് ചില പദ്ധതിയുണ്ട്. അതിനനുസരിച്ച് മാത്രമേ നടക്കുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ നിയോഗത്താൽ, ആമേൻ, ക്രമീകരണത്താൽ, ദൈവം നിശ്ചയിക്കപ്പെട്ട, ആമേൻ, നിർണായകമായ സമയത്ത് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കൃത്യസമയമായപ്പോഴാണ് കാലസമ്പൂർണതയിൽ സ്ത്രീയുടെ സന്തതിയായി ക്രിസ്തു ലോകത്തിലേക്ക് വന്നു. എന്ന് പറഞ്ഞാൽ ഒരു യാദൃച്ഛികമല്ല. യേശുവിൻ്റെ വരവ് ഒരു യാദൃച്ഛ്യമായ തന്നല്ല. ആമേൻ. അതൊന്നുമല്ല. ഇത് വളരെ കൃത്യമായ ദൈവത്തിൻ്റെ പദ്ധതിക്ക് അനുസരിച്ച്, ആമേൻ, കൃത്യസമയമായപ്പോൾ, ആമേൻ, സ്ത്രീയുടെ സന്തതിയായി യേശു ഭൂമിയിൽ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ഒരു പ്രത്യേക സ്ത്രീക്ക് ഒരു പ്രത്യേക സമയത്ത് ഒരു പ്രത്യേക രീതിയിൽ, അഥവാ അവതാരത്തിൽ ഒരു പ്രത്യേക നിയമസംഹിത ന്യായപ്രമാണം കീഴിൽ ക്രിസ്തു ജനിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാലത്തിന്റെ സമ്പൂർണതയിൽ ദൈവത്തിന്റെ പദ്ധതി നിയോഗപ്രകാരമാണ് യേശു ഈ ഭൂമിയിൽ ജനിച്ചത്. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. യേശുവിന്റെ വരവിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അന്നത്തെ ലോകം യേശുവിന്റെ വരവനായി വളരെ ഒരുക്കപ്പെട്ടിരുന്നതായിട്ട് കാണാൻ സാധിക്കും. അതായത് ലോകം മുഴുവനും ഒരു രക്ഷകനെ, ഒരു മശിഹയെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക.
ഒത്തിരി ചരിത്രങ്ങളുണ്ട്. യഹൂദ ജനം ഒരു മശിഹയെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക. ശമര്യയിലുള്ള ആളുകൾ, ശമര്യ സ്ത്രീ പറയുന്നതൊക്കെ നമുക്കറിയാം. ശമര്യയിലുള്ള ആളുകളും എന്താണ്? ഒരു മശിഹയെ, ഒരു രക്ഷകനെ പ്രതിഷ്ഠിച്ചുകൊണ്ടിരിക്കുക. BC 600-500 കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന സൗരാഷ്ട്ര മതം ഒരു രക്ഷകൻ വെളിപ്പെടുമെന്ന് പ്രസ്താവിച്ചിട്ടുണ്ട്. യവന ചിന്തകളിൽ, ഗ്രീക്ക് ചിന്തകളിൽ അവരുടെ വീക്ഷണത്തിൽ ഒരു രക്ഷകൻ വരും. റോമൻ വീക്ഷണത്തിൽ ഒരു രക്ഷകൻ വരും. ആര്യന്മാരുടെ വീക്ഷണത്തിൽ ഒരു മശിഹ, ഒരു രക്ഷകൻ വരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടെ ലോകമായിരുന്നു പ്രിയമുള്ളവരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, കർത്താവിന് സ്തോത്രം. ആമേൻ. ഒന്നുകൂടെ പറഞ്ഞാൽ, ദൈവം മനുഷ്യന് ന്യായപ്രമാണം കൊടുത്തു. പക്ഷെ